ബ്രാഹ്മിൺ കല്യാണത്തിന് പോവാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കുട്ടിയുടെയാണ് കേട്ടോ, അക്ഷയയുടെയാണ് കല്യാണം. അപ്പൊ അക്ഷയയുടെ അച്ഛന്റെ പെങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മള് അതൊരു അനിത ചേച്ചിക്കാണ് മെയിനായിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണത്. അത് കൂടാണ്ട് ഈ തുളു ബ്രാഹ്മിൺ വിവാഹങ്ങൾ കാണാത്തവർക്കായിട്ട്, ഇപ്പൊ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അല്ലെ, മിനി കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നെ പോലെ കാണാത്തവർക്കും അതൊരു അവസരമാവട്ടെ. അപ്പൊ പോവാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, 6:30 അവിടുത്തെ ചടങ്ങൊക്കെ തുടങ്ങും. ഞങ്ങൾക്ക് 6:30 അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു 8 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പൊ അവിടെ ഒരു 8:30 എത്തും. അതിനുശേഷമുള്ള ചടങ്ങുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. പക്ഷെ അപ്പോഴും പറഞ്ഞിരുന്നത് ചെക്കനെ 8 മണിയാകുമ്പോൾ ചെക്കനെ സ്വീകരിക്കും, അത് കഴിഞ്ഞിട്ടേ മെയിൻ ചടങ്ങുകൾ ഉണ്ടാവുള്ളൂ എന്ന് അജിക്കുട്ടൻ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അക്ഷയുടെ അച്ഛൻ. അപ്പോൾ അതനുസരിച്ചാണ് അപ്പോൾ ഞങ്ങൾ പോണത്. പോവാം. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞങ്ങൾ വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ വരൻ്റെ വീട്ടുകാരെ സ്വീകരിക്കുന്ന ചടങ്ങുകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴേക്കും വരൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വധുവിൻ്റെ അച്ഛനും അമ്മയും വരനെ ചടങ്ങുകൾക്കായിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കുറേ പരികർമ്മി പറഞ്ഞിട്ടുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ അതിനായിട്ട് വരനെ കൊണ്ട് സ്റ്റേജിലേക്ക് പോകുന്ന ചടങ്ങാണ് കേട്ടോ കണ്ടത്. ഇവിടെ മുഹൂർത്തം എന്ന് പറയുന്നത് 9:30 കേട്ടോ. അതായത് ഇവിടുത്തെ മുഹൂർത്തം വരണമാലി അണിയണതിനാണ് കേട്ടോ, താലി ചാർത്തുന്നതിനല്ല. വരണമാലി അണിയുന്നതിനാണ് ഇവിടെ 9:30 മുഹൂർത്തം. അതിനു മുൻപ് ഒരുപാട് ഇതേപോലത്തെ ചടങ്ങുകളുണ്ട്. പരികർമ്മി പറഞ്ഞു കൊടുക്കണു, അതിനനുസരിച്ച് അവർ ചെയ്യുന്ന ഒരുപാട് ചടങ്ങുകളുണ്ട് കേട്ടോ. അതുകൂടാതെ ഓൾറെഡി കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വിവാഹ ദിവസം സ്റ്റേജിൽ വെച്ചിട്ട് നിശ്ചയം നടത്തുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഈ ചടങ്ങുകളെല്ലാം അത്യാവശ്യം നല്ല സമയമെടുക്കുമെന്നും അതുപോലെ തന്നെ വധുവരന്മാർ വന്നതിന് ശേഷമാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വരണമാലിമണി എന്നതൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ ആതിരയുടെ ഉപദേശം അനുസരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം എന്നുള്ള തീരുമാനമെടുത്തു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഇഡ്ഡലി, സാമ്പാർ, വട, ചട്നി, കേസരി, മിക്സ്ചർ, ഉഴുന്നുവട, കൂടാതെ പൊങ്കലുണ്ടായിരുന്നു. പൊങ്കൽ പക്ഷെ ഞങ്ങൾക്ക് അത്രയ്ക്ക് രാവിലെ തന്നെ പറ്റില്ലാത്തത് കൊണ്ട് ഞങ്ങളത് ഒഴിവാക്കിട്ടോ. പിന്നെ ചായ കാപ്പി എല്ലാം ഉണ്ടായിരുന്നു. ഇനി വധുവിനെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒന്നില്ലെങ്കിൽ അമ്മാവൻ, അല്ലാച്ചാൽ അളിയൻ, ഇവിടെ കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഹസ്ബൻഡിനെ ഒരുക്കുന്നതാണ് ഈ കാണുന്നത് വധുവിനെ കൊണ്ടുവരാനായിട്ട്. ഇത് അക്ഷയയുടെ ചേച്ചി, കസിൻ ചേച്ചിയാണ്, ചേച്ചിയും ഹസ്ബൻഡുമാണ്. ഒരു പുതിയ ലുക്കിൽ ഭയങ്കര സെൽഫി എടുക്കലാണ്. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഈ ഒരു തിരശീല. ഈ തിരശീല എന്തിനാണെന്നല്ലേ, പണ്ട് കാലത്ത് വധുവരന്മാർ തമ്മിൽ കാണുന്നത് വിവാഹ ദിവസം വരണമാലി അണിയുന്നതിന് തൊട്ട് മുൻപുള്ള ഈ തിരശീല മാറ്റുമ്പോഴാണത്രേ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷെ അത് പണ്ട് അങ്ങനെ കാർന്നവന്മാർ മാത്രം നിശ്ചയിച്ചിട്ട് പിന്നീട് ഈ ഒരു വരണമാലി അണിയുമ്പോഴേ വധുവരന്മാർ കാണുകയുള്ളൂ അത്ര. ഇനി വരണമാലി അണിയുന്നതിനായിട്ട് വരനെ സ്വീകരിച്ചു കൊണ്ടിരുന്നതാണ് കേട്ടോ. വധുവിനെ സ്വീകരിച്ചു കൊണ്ടുവരലാണ്. വധുവിൻ്റെ മുഖം കാണിക്കില്ല കേട്ടോ, വിശറിയാൽ മൂടിയിരിക്കുന്നത് കാണാം.
ഇടാം. ഞാൻ ചിലപ്പോൾ കൊണ്ടുമ്പോൾ शांतिरस्तु मुक्तिरस्तु मुक्तिरस्तु अभिघ्नमस्तु आयुष्यमस्तु आरोग्यमस्तु पुण्यात्मोऽभ्यर्पन्तु स्वस्तिं भवन्तो पिबन्तु वृद्धिं भवन्तो पिबन्तु क्षीरस्थिति भवन्तो पिबन्तु श्रीमद्वृक्षाग आश्रवागिनसत्कालिका आप्यवच्यपन आप्यमान और्व दामदग्र्य पञ्चारदय प्रवलान्निद अर्घभगवतोऽग्नभाग जनार्दन शर्मणः प्रपुत्राय नारायण शर्मणः पुत्राय कृष्णकुमार शर्मणः पुत्राय विष्णुदास शर्मणे वराय श्रीधर रूपाय श्रीमद्वृक्षाग आश्रवागिनसत्कालिका അടുത്തതായിട്ട് അഗ്നിസീര എന്ന് പറയുന്ന ചടങ്ങാണ് കേട്ടോ. അതായത് അഗ്നിസാക്ഷിയായിട്ട് ഉള്ള പ്രധാന ചടങ്ങുകൾക്ക് മുൻപ് വരൻ്റെ അമ്മ വധുവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന വസ്ത്രം സാരി, ഇതാണ് ഇവിടെ സാരിയാണ് കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. വിവാഹത്തിന് വന്നിരിക്കുന്ന എല്ലാ സുമംഗലികൾക്കും പൊട്ട്, കുങ്കുമം, മുല്ലപ്പൂ ഇതെല്ലാം നൽകാനായിട്ട് വധുവിൻ്റെ സഹോദരിമാരുടെ അടുത്ത് പറയണതാണ് കേട്ടോ. ഇനി വധുവിൻ്റെ ആങ്ങളയ്ക്കുള്ള റോളാണ് കേട്ടോ. ആങ്ങളമാരില്ല വെച്ചാൽ കസിൻ ബ്രദറാണ് ഇവിടെ. കസിൻ ബ്രദർ ആയാലും മതി. അഗ്നിസാക്ഷിയായിട്ടുള്ള വിവാഹ ചടങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇത് സപ്തപതി എന്നാണ് കേട്ടോ ഈ ചടങ്ങിൻ്റെ പേര്. അതായത് 7 നദികൾ കടന്ന് പതിയെ സ്വീകരിക്കുന്നു എന്നാണ് സങ്കല്പം. കൂടാതെ മന്ത്രങ്ങളിലൂടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള പ്രതിജ്ഞകൾ എന്നാണ് പറയപ്പെടുന്നത്. ഇനി കന്യാദാനാണ്. കന്യാദാനത്തിന് ഈ കണ്ണാടി വയ്ക്കുന്നത്, വെള്ളമൊഴിക്കുന്നത് ദൃഷ്ടിദോഷം വരാതിരിക്കാനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ.
താലി കെട്ടുന്നതിന് മുൻപ് ബസിംഗം നെറ്റിയിൽ കിട്ടുന്ന ചടങ്ങാണ് കേട്ടോ. അതിനായിട്ട് സഹോദരിമാരും അമ്മായിമാരും ഒക്കെയാണ് പിന്നിൽ നിൽക്കുന്നത്. ഇനിയാണ് താലി ചാർത്താൻ പോകുന്നത്. അതായത് മുഹൂർത്തമില്ല, ഒരു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷമാണ് താലി ചാർത്തുന്നത്. ഇനി ആര് മോതിരം ആദ്യം എടുക്കും? വധുവിൻ്റെ വീട്ടുകാരാണോ അതോ വരൻ്റെ വീട്ടുകാരാണോ ആദ്യം മോതിരം എടുക്കണേ എന്നുള്ളൊരു ചടങ്ങാണ് കേട്ടോ. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ. ഇനി വിവാഹശേഷമുള്ള വധുവരന്മാരുടെ ചടങ്ങുകളാണ് കേട്ടോ. മീൻ പിടിക്കാൻ പോവുക എന്നുള്ളൊരു ചടങ്ങാണ്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊരു അറിവാകുമല്ലോ. ഇനി ഒച്ചത്ത് കുഴപ്പുണ്ണ എന്നൊരു തുളു പേരുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ
ആ പുരോഹിതൻ അതല്ല ഭട്ടർ എന്നാണ് അവർ പറയണത്, അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ജെന്യുവൻലി ഫീൽ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തലാണ് വാല്യൂ ഓഫ് റിലേഷൻഷിപ്പ്. നമ്മുടെ റിലേഷൻഷിപ്സിൻ്റെ ഒരു മൂല്യത്തെക്കുറിച്ചിട്ട് രണ്ട് കൂട്ടർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിൽ രണ്ട് കൂട്ടരും വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. അതുകൂടാണ്ട് രണ്ട് കൂട്ടരും സ്വന്തം മകളായും മകനായും കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ടുപേരെയും അതുപോലെ തന്നെ കാണണം എന്നുള്ളൊരു തത്വം അതാണ് ആസ്പദമാക്കിയിട്ടുള്ള അതാണ് ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നത്. അത് കേട്ടപ്പോൾ കുറച്ചൊക്കെ കേട്ടുള്ളൂ ഞാൻ, എന്നാൽ ആ കുറച്ച് കേട്ടതിൽ നിന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് ഇത് എല്ലാ വെഡ്ഡിങ് കസ്റ്റംസ് അല്ലെങ്കിൽ എല്ലാ കൾച്ചറിലും ഇങ്ങനെ ഒരു ചടങ്ങ് ഉള്ളത് വളരെയധികം നല്ലതാണെന്ന് തോന്നി. എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഒരു ചടങ്ങ് നടത്തി പോണതിനേക്കാളും ഇത് കേൾക്കുമ്പോൾ വളരെയധികം നമ്മുടെ മനസ്സിനും ആ ഒരു ഫീലിങ്സും വാല്യൂസും ഒക്കെ നമ്മളെ അങ്ങോട്ട് ഉണർത്തുകയാണെന്ന് ഫീൽ ചെയ്തു കേട്ടോ. സ്റ്റേജിലെ മെയിൻ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവരുമായി കത്തി വയ്ക്കുക, സെൽഫി എടുക്കുക, പിന്നെ ഒരുപാട് പേരെ വ്ളോഗ് വഴി പരിചയപ്പെടാൻ സാധിച്ചു. അതിനൊരുപാട് സന്തോഷം. ശ്രീപ്രണമം വ്ളോഗ്സിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വീണ്ടും വരുന്നതായിരിക്കും. അതിനായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.